വിദ്യാർത്ഥി ബസ് ഇടിച്ച് മരിച്ച സംഭവത്തിൽ ഇന്നും പേരാമ്പ്രയിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐ, SFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ പേരാമ്പ്ര RT ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. റോഡ് ഉപരോധിച്ച് പ്രതിഷേധക്കാർ. വിവരങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ഒരു ജീവൻ കൂടി പൊരിഞ്ഞിരിക്കുകയാണ്. അതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വാർത്തയുടെ വിവരങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. പേരാമ്പ്രയിൽ വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കനത്ത മഴയിലും തീരാത്ത ആളിക്കത്തുകയാണ് പ്രതിഷേധം എന്നുള്ളതാണ്. അതായത് SFI 6 വിദ്യാർത്ഥി സംഘടനയും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കളടക്കം 6 സംഘടനകളാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. SFIയും അതോടൊപ്പം തന്നെ BJPയും ഇപ്പോഴും മിനി സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ ഇപ്പോഴും പ്രതിഷേധവുമായി കുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിനെ അല്പസമയം മുൻപാണ് ഇവിടെ നിന്നും പ്രതിഷേധക്കാരെ നീക്കം ചെയ്തത്, അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഏകദേശം 100ഓളം പ്രവർത്തകരെയാണ് ഇവിടെ നിന്നും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെ SFIയും അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരുമാണ് നിലവിൽ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നിന്നും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടെ ചില സമയങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും വാക്കേറ്റമടക്കം ഉണ്ടാകുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും SFI ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും സമയം 11 മണി കഴിഞ്ഞിട്ട് പോലും 12 മണി കഴിഞ്ഞിട്ട് പോലും RTO ഇതുവരെയായിട്ടും ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. RTOയെ നേരിട്ട് കാണണം എന്നുള്ളതാണ് പ്രധാനമായും SFI പറയുന്ന ഒരു കാര്യം. ഇതുവരെയായിട്ടും RTO ഓഫീസിൽ എത്താത്തതിനെ തുടർന്നാണ് പ്രതിഷേധം വലിയ രീതിയിൽ ആളിക്കത്തുന്ന തരത്തിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗും കൂടാതെ BJPയും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് ഉടമകളും പോലീസുകാരും ഒത്തുകളിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങൾ, അതിശക്തമായ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പേരാമ്പ്രയിലെ ASI ഷിബു ഒതയോത്തിനെതിരെയും ശക്തമായ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതായത് വെറും തോന്നിയാസം, ഈ പ്രതിഷേധിക്കുന്നവർ ഇനി കുറ്റ്യാടി കോഴിക്കോട് പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്, അതായത് ഈ RTOയും അതോടൊപ്പം ബസ് ഉടമകളും പോലീസും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. പണം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതിന് തെളിവാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് പ്രധാനമായും യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെല്ലാം തന്നെ ആരോപിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷിബു ഒതയോത്ത് എഴുതി കുറിച്ച ഭാഗങ്ങളാണ് ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് ഈ പ്രതിഷേധം ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരും SFI പ്രവർത്തകരും ഒരേ സമയത്ത് തന്നെയാണ് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു SFI പ്രവർത്തകനെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൈക്ക് സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തകർക്കും ഈ പ്രതിഷേധത്തിനിടയിൽ SFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ ഉന്തും തള്ളും അതോടൊപ്പം തന്നെ വാക്കേറ്റവും ഉണ്ടാകുന്ന തരത്തിലേക്ക്
കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒമേഗ ബസ് ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു പക്ഷേ ഈ RTO കണ്ണടയ്ക്കുകയാണ് ഈ പ്രശ്നത്തിന് മുൻപിൽ എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിഷേധക്കാർ പറയുന്നത്. അന്ന് ഈ ഒമേഗ ബസിന്റെ ഉടമയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഇത്തരത്തിലൊരു ജീവൻ പൊലിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ജവാദിനെ സ്വകാര്യ ബസ്, ഒമേഗ എന്ന് പറയുന്ന സ്വകാര്യ ബസ് ഇടിച്ച് തെറിപ്പിച്ച ശേഷം ടയറിനുള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. പിന്നീട് ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ ജവാദിനെ പുറത്തെടുത്തത്. അതോടൊപ്പം തന്നെ ഇവർ പ്രധാനമായി ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും തെറ്റായ ദിശയിലൂടെ എത്തുകയും തുടങ്ങുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ബസ് ഉടമകൾക്കെതിരെ അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കണം, ഇവരുടെ ലൈസൻസ് റദ്ദാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഒമേഗ ബസിന്റെ ഉടമയ്ക്ക് എതിരെ ഏതൊക്കെ തരത്തിലായാലും കേസ് എടുക്കണം, ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇവിടെ ഇപ്പോഴും SFI പ്രവർത്തകർ ഈ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ RTO കണ്ടതിനു ശേഷം മാത്രമേ മടങ്ങൂ എന്നറിയിച്ചുകൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതിന് തൊട്ട് മുൻപ് കനത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആളി കത്തിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ RTO ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും പ്രതിഷേധക്കാർ പറയുന്നത്. SFIക്കാരെ സംബന്ധിച്ചിടത്തോളം ജവാദ് SFI പ്രവർത്തകനായിരുന്നു. SFIയിലെ എല്ലാ പ്രവർത്തനത്തിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ജവാദ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം അവർ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് BJP പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരെയും ഉടൻ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നുള്ളതാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ വിദ്യാർത്ഥി ബസ് ഇടിച്ച് മരിച്ച സംഭവത്തിൽ ഇന്നും വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. DYFI, SFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ പേരാമ്പ്ര RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റോഡ് പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അഭിന പീച്ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.